ഓരോ കാലത്തും ബിസിനസ് ഡിഫറെന്റ് ആണ് അല്ലെ. അത് ബിസിനസിന്റെ ഓരോ മൊമെന്റുകളെയും നമ്മൾ നോക്കുവാണെങ്കിൽ കാലോചിതമായി നോക്കണം. പണ്ട് കാലങ്ങളിൽ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഉണ്ടായിരുന്നത്. ആളുകൾ വരുന്നു, സാധനങ്ങൾ വാങ്ങുന്നു, പോകുന്നു. ഇതൊക്കെ മാറി ഡിജിറ്റൽ വേൾഡിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ പ്രൊഡക്റ്റിനും സർവീസിനും അവൈലബിലിറ്റി ഉണ്ടായത് കൊണ്ട് മാത്രം ബിസിനസ് നടക്കണം എന്നില്ല. പണ്ട് ഒരാളെ കയ്യിൽ പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ, അവൈലബിൾ ആണെങ്കിൽ, സർവീസ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടെങ്കിൽ ബിസിനസ് നടന്നിരുന്നു. ഇപ്പൊ ബിസിനസ് നടക്കുന്നതിന്റെ അടിസ്ഥാനം അതൊരു 50% മാത്രമാണ്. അതായത് നിങ്ങളടുത്ത് പ്രൊഡക്റ്റും സർവീസും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 50% നടക്കുമെന്ന് പറയാൻ പറ്റും. പക്ഷെ 50% നടക്കുന്നതിന്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട രഹസ്യം എന്ന് വെച്ചാൽ മാർക്കറ്റിംഗിന്റെ കോർ ആക്ടിവിറ്റീസുകളാണ്. അതായത് മാർക്കറ്റിംഗ് ബേസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആക്ടിവിറ്റീസുകളാണ് 50% വരാൻ പോകുന്നത്. ഇനി ഒരു റെസ്റ്റോറന്റ് നടത്തുന്ന ആളാവട്ടെ, ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്ന സർവീസ് ചെയ്യുന്ന ആളാവട്ടെ, പ്രൊഡക്ഷൻ ചെയ്യുന്ന ആൾക്കാരാവട്ടെ, ഇവരൊക്കെ ചെയ്യുന്ന ഈ കാര്യത്തിന് 50% മാർക്കറ്റിംഗും ആയി മാറും എന്നുള്ളതാണ്. കാരണം മാർക്കറ്റിലെ കോമ്പറ്റീഷൻസിനെ പിടിമുറുക്കിയിരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ്. ഇതൊക്കെ എന്ന് പറയുന്നത് ഇതിൽ ആരാണോ ഏറ്റവും നല്ല രീതിയിൽ ഇൻവോൾവ് ചെയ്യുന്നത്, യൂട്യൂബ് ആവാം, ഫേസ്ബുക്ക് ആവാം, ഇൻസ്റ്റാഗ്രാം ആവാം, ഗൂഗിൾ ആഡ് ആവാം, വാട്സപ്പ്, അതുപോലെ തന്നെ മെയിൽ, വെബ്സൈറ്റ്, ഇൻഫ്ലുവൻസേഴ്സ്, അതുപോലെ തന്നെ ഇവന്റ്സ്, കമ്മ്യൂണിറ്റി, ഡയറക്റ്റ് സെയിൽസ്, ഇങ്ങനെ തുടങ്ങി നമ്മുടെ ചുറ്റുപാടും നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിനും നിങ്ങൾ ചെയ്യുന്ന പ്രൊഡക്ട്സും സർവീസിനും ഒക്കെ ഇഷ്ടം പോലെ ആളുകൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരാൾ ചെയ്യും. ഒരു ഡോക്ടർ ആണെങ്കിൽ പോലും അയാൾക്ക് നല്ല കഴിവുണ്ട്, അയാളുടെ കയ്യിൽ നല്ല രീതിയിലുള്ള ക്ലാസ്സിലായിട്ടും കാര്യമില്ല. അദ്ദേഹത്തിനേക്കാളും കൂടുതലായിട്ട് ഒരാൾ വീഡിയോയിൽ നല്ല ചെയ്യുന്നുണ്ട്. അതാണ് കഴിവുള്ള ആളുകളായിട്ട് കൺസിഡർ ചെയ്യുക. ഒരു റെസ്റ്റോറന്റിലെ ഏറ്റവും നല്ലൊരു ഇൻഫ്ലുവൻസറോ നല്ല ടേസ്റ്റുള്ള ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹെൽത്തി ആവണം നിർബന്ധമൊന്നുമില്ല, അവിടെ ആളുകൾ ഓടിച്ചെത്തും. അതാണ് ഇപ്പോഴത്തെ കറന്റ് സെനാരിയോ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിനെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ആ പ്രൊഡക്ട്സിനേക്കാളും ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ അതിന്റെ 50% മാർക്കറ്റിംഗ് ഏരിയ എന്ന് പറയും. അപ്പൊ ഫോക്കസ് ഓൺ ദ മാർക്കറ്റിംഗ് is the best way to grow your business.